ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. അപ്പം നിങ്ങൾ ഈ വിചാരിക്കും ഞാൻ ഈ ഉറങ്ങി എണീച്ചിട്ട് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നതെന്ന്. സോ നമ്മളിന്ന് ഒരു സ്ഥലം, ഇന്നലെ രാത്രിയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലെത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് റിലാക്സ് ഒക്കെ ആയിട്ട് ഉറങ്ങി എണീച്ചു. ഇപ്പോൾ നമ്മൾ ഒരു കട വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. മാത്രമല്ല എല്ലാവരും മുറകടിച്ചിട്ടാട്ടോ ഓടുന്നത്. കണ്ടോ, ഓരോരുത്തരും ജാനുവിട്ടരെ നോക്കി. കാരണം അമ്മച്ചൻ, നമ്മളിപ്പോൾ വണ്ടിയിലാണ് പോകുന്നത്. അമ്മച്ചനൊക്കെ നടന്നിട്ടാണ് ഡെയിലി പോയിട്ട് വരാറ്. അപ്പോൾ ആള് നമ്മളെക്കാളും മുൻപ് തന്നെ പോയി. സോ അതിന് നമ്മൾ ആളെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ. അയ്യോ, അമ്മച്ചനെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ആളിവിടുന്ന് കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട്. അയ്യോ, അമ്മമ്മ പാവ അവിടെ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊരിയും എഗ് റോസ്റ്റും ആയിരുന്നു കേട്ടോ. ഇതിന് കാരണം വേറെ ഒന്നുമില്ല, ജാൻക്ക് ഈ ഇടയായിട്ട് കുറച്ച് പത്തിരി പ്രാന്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾ ഡെയിലി രാവിലെയൊക്കെ എണീച്ച് കഴിയുമ്പം പത്തിരി എന്ന് പറഞ്ഞാണ് വരാറ്. അപ്പോൾ ഞങ്ങളിത് ആ പത്തിരി തന്നെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിക്കില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അവൾ ഓക്കെ ആയിട്ട് ആ മുഴുവനായിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇതൊരു നാട്ടിൻ പ്രദേശത്തെ ഒരു കടയിലെ കാഴ്ചയാണിത്. മെയിൻ ഡേറ്റ്സൊക്കെ ഇവർ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. കാരണം വേറെ ഒന്നുമല്ല, പുറത്തുനിന്ന് ആളുകൾ വരുന്ന സമയത്ത് ആ പ്രദേശത്ത് ആ ഒരു ഡേറ്റിന് വേറെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒന്നും വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഇപ്പോൾ തന്നെ മീൻ വാങ്ങി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചൻ പറഞ്ഞു ഇവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാമെന്നുള്ളത്. അപ്പം അവിടെ റോഡ് അടച്ചതുകൊണ്ട് നമുക്ക് കാർ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പം അവിടെ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് നടന്നിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത് വന്ന പാലാട്ടോ, ഞാൻ കാണിച്ചു തരാം. ആ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അമ്മച്ചൻ, അമ്മയുടെ അമ്മ, അല്ല സോറി അമ്മയുടെ അച്ഛൻ. തണൽ കിട്ടിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോരപ്പുഴ, അതായത് കൊയിലാണ്ടി കണ്ണൂർ റൂട്ടിലുള്ള കോരപ്പുഴ എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ അതേ സ്ട്രക്ചറിലൊരു പാലാട്ടോ ഇത്. അതാണ് ഇനി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലറ ചില്ലറ പണികൾ മാത്രം ബാക്കി. ഇനിയിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് കാണാം. അപ്പം ഇനി നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ ഈ പാലം എങ്ങോട്ടുള്ള പാലമാണ്? ചെങ്ങോട്ടുകാവ്. എവിടുന്ന്? ഓ, ഇവിടുന്ന് നേരെ പോയ ചെങ്ങോട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് പിന്നെ കൊയിലാണ്ടി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നും. അവിടുന്ന് കൊയിലാണ്ടി. അങ്ങനെ പോയാല് നമുക്ക് കോഴിക്കോടേക്കും എത്താന്നൊക്കെ പറയാം. നല്ല പുഴമീൻ കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് ചിക്കൻ വേണ്ട, കുറച്ച് മീൻ കഴിക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ചിക്കൻ ക്യാഷ് ഒക്കെ കൊടുത്തു എന്നാണ് ആളെ ബാക്കിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നല്ല പുഴമീൻ മേടിക്കാൻ പോകാം. നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ മീൻ കട, നമ്മുടെ പുഴമീൻ കട നമുക്ക് കാണിച്ചു തരാം. അതാ കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫിഷസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യും. എടുക്കില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ കട. നിങ്ങൾ ആ ബോർഡും നമ്പറും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ കടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫിഷ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുഴമീൻ കിട്ടും. ഇത് എനിക്ക് ഒന്നാമത് എൻ്റെ അമ്മച്ചനും ഈ പുഴയിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ഒരാളാണ്. അപ്പം ആളൊക്കെ മീൻ പിടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വിൽക്കാറ്.
സോ നമ്മൾ ജീവനുള്ള മീൻ തന്നെ ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇനി ഞാൻ മെയിനായിട്ടുള്ള ഒരാളെ കാണിച്ചു തരാം. യെസ്, കുറേ ക്രാബ്സ് ഉണ്ട്. ഞണ്ടാണ് ഈ ഇരിക്കുന്നത്. ഞണ്ട് കണ്ടില്ലേ, നല്ല ജീവനോടെ തന്നെ ഫ്രഷായിട്ട് ആളെ എന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ പൂമീൻ വേറെ, ഇവിടുത്തെ പൂമീൻ വേറെ. വരട്ട, പിന്നെ ഇതിന്റെ പേരാണ് ചെമ്പല്ലി. എന്താണ് കണ്ണിക്കന? ഓ, ആ കണ്ണിക്കന നടക്ക്. പുഴയിലെ ഏറ്റവും വലിയ മീനാണ്. കുറച്ച് വില കൂടിയ മീനാണ് കേട്ടോ അത്. അങ്ങനെ കുറച്ച് ഫിഷസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കുറച്ച് പച്ചക്കറിയും മസാല സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അത് അങ്ങനെ പോയി നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാക്കും തയ്ച്ചപ്പോൾ ഒരു നാരങ്ങ സോഡയും കൂടി രാവിലെ തന്നെ കുടിച്ചു. ജാൻവിക്ക് ഗ്രേപ്സും ഇഷ്ടമായതുകൊണ്ട് അവൾ ചേട്ടന് ചെറിയ ഗ്രേപ്സ് എടുത്ത് കൊടുത്തപ്പം അവളത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വാ തുറന്നൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. യെസ്, അങ്ങനെ വീട്ടിലെത്തി. ഒരു കുളി കഴിഞ്ഞപ്പം നല്ല സുഖമുണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു. കുളിക്കാത്ത ഞാൻ അങ്ങനെ ഇവിടുന്ന് കുളിച്ചു. ഇപ്പോൾ ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അതിനു മുമ്പ് അമ്മമ്മയുടെ പുട്ട് പിന്നെ പുഴമീൻ കറിയും കൂടിയും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടാ. അപ്പോൾ നമ്മൾ ഈ മീനൊക്കെ ഇരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചെമ്പല്ലി വാങ്ങിച്ചു, കരിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യും? ചെമ്പല്ലി നമ്മൾ പൊള്ളിക്കാൻ പോവാണ്, കരിമീൻ വറക്കാനും പോവാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫ്രൈയും ചെയ്യാം. ചെമ്പല്ലി നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതേ മസാലയിൽ തന്നെ നമ്മൾ കരിമീനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കരിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് എടുത്തിട്ട് വന്നത് കേട്ടോ. അമ്മമ്മ ഇതേ നമുക്കൊരു സ്പെഷ്യൽ സാധനമായിട്ട് വരുന്നുണ്ട്. എന്താന്ന് കാണിച്ചേ? ഇരുന്തോ നോക്കി കാണിക്ക്. ഉള്ളിൽ കാണിച്ചേ, കണ്ടോ? എരുന്ത് വാങ്ങിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മളെ ചേട്ടൻ നമുക്ക് ഉള്ളി അരിഞ്ഞു തരുകയാണ്. ഈ സീൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും അടുക്കളയിൽ കയറണം എന്ന് പറയണത് കണ്ടില്ലേ? ഉള്ളി അങ്ങനത്തെ അമ്മമ്മ കൊണ്ടുവന്ന് എരുന്ത് നന്നായിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതേ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോഴാണ് ഈ ഒരു വൈറ്റ് ചെമ്പരത്തി ഞാൻ കണ്ടത് കേട്ടോ. നന്നായിട്ടില്ലേ കാണാൻ? ഇവിടെ അങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പം എല്ലാം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ വീടിൻ്റെ സൈഡിലോട്ടൊക്കെ പോകുമ്പം ഇതിൽ നമ്മൾ വീടിൻ്റെ സൈഡിലൂടെ തന്നെ മേലോട്ട് പോകാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം നിരീക്ഷിക്കാൻ പോയതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പ്രീതി ചേച്ചി നമുക്ക് ജാൻവിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയി ജാൻവിക്ക് കൊടുത്തപ്പം നോ, നല്ല മധുരമുള്ള പഴം. അവരുടെ വായിൽ തന്നെ ഉണ്ടായതാണ്. ഇപ്പം തന്നെ താഴെ പോയനെ. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും ഏട്ടനും അമ്മയും അച്ഛനും കൂടിയാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ കണ്ടില്ല, ഞാനൊക്കെ അതേ ആ സമയത്ത് തന്നെ ഭയങ്കര ഗുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ തന്നെ. പിന്നെ ഈ കാണുന്ന സുന്ദരനാണ് എൻ്റെ അമ്മച്ചൻ, അമ്മയുടെ അച്ഛൻ. നിൽക്കുന്ന വ്യക്തിനെയാണ് കേട്ടോ ഞാനിപ്പോൾ ആ കാണിച്ചു തന്നത്. ഹായ് പറ. ഹായ്. അങ്ങനെ ചേട്ടന് നമ്മളൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആള്. ജാനിക്കുട്ടി കണ്ടില്ലേ? ഇവിടെ എരുന്തിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. നമ്മള് ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതേ ഈ ഇല വെട്ടുന്നത് ചെമ്പല്ലി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പൊള്ളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്, ഇത് എരുന്ത് തോരനാണ്, പിന്നെ ഇത് നമ്മളെ ചെമ്പല്ലി നേരത്തെ പറഞ്ഞില്ല അത് പൊള്ളിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ കഴിക്കാൻ നേരത്തെടുത്ത് കാണിച്ചു തരാം. ചെമ്പല്ലി, ചിക്കൻ കറി ഉണ്ട്, ഇത് പുഴമീൻ കറിയാണ്, മാലാന്ന് പറയും. ആൻഡ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം കരിമീൻ പൊരിച്ചത്.
ഒരാളിവിടെ പപ്പടം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടി. മോരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വായന്ന് വെള്ളം വരുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കൂടി. അപ്പോൾ കുറച്ച് ബീട്രൂട്ടും ആൻഡ് നമ്മുടെ എരുന്ത് തോരനും കരിമീനും പപ്പടവും അതിൻ്റെ കൂടെ കുറച്ച് മോരും കൂടി ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കാൻ പോവാണ് കേട്ടോ. ആളുടെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. എപ്പടി സൂപ്പർ. ഇനി ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കുറേ കാലമായി ഞാൻ പുത്തഞ്ചേരിയുടെ ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെ നമ്മൾ പൊള്ളിച്ച് വെച്ച ചെമ്പല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോറിന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു തുറന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. സോ ഇത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ബട്ട് എടുക്കുമ്പം തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ബിക്കോസ് അത്രയും നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വായിട്ടത് നല്ല സോഫ്റ്റ് ആയി കഴിച്ചു. നല്ല ചൂടുണ്ട് കേട്ടോ. ബ്ലഡി വൈകിട്ട് ഉമ്മർത്തിരിക്കാൻ നല്ല രസമാണ്. ഞാനിവിടെ വന്നിട്ട് കൂടുതലും ആസ്വദിക്കുന്നൊരു പാട്ടും കൂടിയാണിത്. അപ്പോൾ അതിന് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പുഴയാണ് കേട്ടോ. മുന്നിലൂടെ റോഡ് പോകുന്നുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ടാണ് പുഴ വരുന്നത്. നേരെ കുറച്ച് മലനിരകൾ കൂടി നമുക്ക് കാണാൻ കഴിയും. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ തെങ്ങ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ പുത്തഞ്ചേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തഞ്ചേരി എന്നുള്ള പേര് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരാളെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലാവും. യെസ്, നമ്മളെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ നാടാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നാട് ആ സാറിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കൂടി. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡിൻ്റെ പേര് തന്നെ ഗിരീഷ് പുത്തഞ്ചേരി റോഡ് എന്നാണ്. സോ ആളുടെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ ഇതുവരെ അമ്മമ്മയുടെ വീട് ഇവിടെ ആയിട്ട് പോലും ഞാൻ അവിടെ പോയത് ഇതുവരെ കണ്ടിട്ടില്ല. സോ ഞാനിനി നാളെ പോയിട്ട് ആ വീട് കണ്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ. അപ്പം അമ്മച്ചനൊക്കെ പറയായിരുന്നു ആള് ഭയങ്കരമായിട്ട് കൂട്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം അമ്മച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം സാറിനെ കുറിച്ച് എന്താണ് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ആ ഓർമ്മകളൊന്ന് പറയാമോ? ഓർമ്മകൾ എന്ന് പറയാൻ ഞാനൊരു മണ്ടൊരു ഫ്രണ്ട്സുകളൊക്കെ ഒപ്പറൊക്കെ കളിച്ച് വരുന്ന ആളുകളാ. അപ്പൊ ഓനെ ഒരു ദിവസം നാട്ടിൽ വന്ന് പുഴയെല്ലാം കാണാൻ വേണ്ടി കൊണ്ട്. അപ്പൊ ഇവിടെ വന്നിരുന്നു ഈ വീട്ടിൽ വന്നിരുന്നു 3/4 മണിക്കൂർ ഈ മിറ്റത്തവര് വന്നിരുന്നു. അത് ഭാര്യയും 2 മക്കളും. മക്കളും ചെറുതാ. അപ്പോ ഞാൻ പെട്ടെന്ന് വന്നപാട് ഞാൻ പറഞ്ഞു അവിടുന്ന് ഫ്രിഡ്ജില്ല നമുക്ക് ഇവിടെ. ഫ്രിഡ്ജില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഇത്ര പഞ്ചസാര വെള്ളം ഉള്ളി ഇട്ട് കരച്ച് കൊടുക്കാതെ കണ്ടീഷൻ ഞാൻ ഭാര്യയോട് പറഞ്ഞ് പഞ്ചസാര കരച്ച് ഉള്ളി കിട്ടുമ്പോൾ കൊടുക്കാം. അപ്പൊ ചായ കട എന്ന് പറഞ്ഞപ്പോൾ ചായ കടാറ്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ഇതാ പരിപാടി ഇങ്ങനെ പഞ്ചസാര ഉള്ളി മുറിച്ചിട്ടിട്ട്. അപ്പൊ അന്നേരം നമ്മുടെ പഞ്ചിയിലെ രമേശൻ വരുന്നു ഇങ്ങോട്ട്. രമേശേ അന്ന് ഞാൻ വന്ന പാട് ഞാൻ പറഞ്ഞു 10 ഇതെങ്ങും തൈമെന്ന് 10 എഴുന്നേരം കൂടെ പറച്ച് വെറും പറഞ്ഞു ആക്കണ്ട വെള്ളം മതി പറഞ്ഞേ. അത് ഗിരീശന്റെ ഭാര്യ 10 ഇളഞ്ഞിന് പറച്ച് 4 കൊടുക്കാണ്. അന്നേരം മുഖം വെട്ടി കൊടുത്ത് 4 ആൾക്കും കൊടുത്ത് ബാക്കി പോലെ വണ്ടിയിൽ വെച്ച് കൊടുത്ത് 6 ഇളഞ്ഞര് അവിടെ ഇളഞ്ഞിനെ കിട്ടൂല. അപ്പൊ ഞങ്ങളെ പറഞ്ഞു നിങ്ങളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളെ പല്ലേക്കിൽ വരണം 2 ആളും വരണമെന്ന് പറഞ്ഞ് അമ്മക്ക് 250 ഉറുപ്പിക ആര് കൊടുത്ത് അവന്റെ ഭാര്യ ചാടിക്കാനും കൊടുത്ത്. ഗിരീശന്റെ അമ്മ അല്ല ഭാര്യ 250 ഉറുപ്പിക പെണ്ണുങ്ങൾക്ക് കൊടുത്ത് ചാടിക്കാം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അങ്ങോട്ട് മലപ്പറമ്പിൽ വേറെ വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾക്ക് പോകാനും കഴിഞ്ഞാൽ അപ്പളേക്കാ പിന്നെ മരണമെല്ലാം കൂടി അടുത്തെല്ലാം കൂടി അങ്ങനെ പോയി ഇല്ലാണ്ട് ഓറ്റില്ല. ഇതാണ് സംഭവം.
യെസ്. ഇങ്ങനെ നമ്മൾ വൈകിട്ടത്തെ ചായ കുടിക്കേണ്ട ഒരു ടൈമായിട്ടും അപ്പം അമ്മച്ചൻ പോയിട്ട് പരിപ്പുവടയും കായപ്പം ബോണ്ടയും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കാർ ഫ്രണ്ടിൽ നിർത്തിയോണ്ട് തന്നെ നമുക്ക് ആ വ്യൂ അങ്ങോട്ട് പോയി കിട്ടി. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോണ്ടയായാലും കായപ്പമായാലും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമായതുകൊണ്ട് ഞാൻ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത് പരിപ്പുവടയാണ് കേട്ടോ. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കഴിക്കുന്നത് കണ്ടിട്ട് ഒരാൾ എന്നെ അവിടെ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ആളെയും കാണിച്ചു തരാം. കാരണവരായി മുണ്ടും തോർത്തൊക്കെ ഇട്ടിട്ട്. ഗൈസ്, നമ്മുടെ പ്ലാനൊക്കെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വീട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ബിക്കോസ് നമുക്ക് അർജൻറ്റായിട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യം വന്നു. സോ നമ്മൾ ഇപ്പം തന്നെ പോവുകയാണ്. അപ്പം എല്ലാവരുടെ അടുത്തും ബൈ പറയാണ്. ഹലോ, ഒരു ബൈ പറയോ? ഭയങ്കര ഇരുടാണ് കേട്ടോ ബാക്കിൽ. അമ്മച്ചൊരു ഹായ് പറ. ബൈ. ടാറ്റ പറയാ. ബൈ. ജാൻവി ഉറങ്ങി നീച്ച് എന്താ സെറ്റ് ആയിട്ടിട്ടുണ്ട്. കാർ എടുത്തു. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്മമ്മയുടെ അമ്മച്ചൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി. ഭയങ്കര സങ്കടമുണ്ട്. സങ്കടത്തിൻ്റെ കാരണം തന്നെ അറിയില്ല. കാരണം നമ്മളെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് തന്നെ അതൊരു വികാരമാണ്. അപ്പം അവരുടെ അടുത്ത് നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ 2 ദിവസം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത്. സോ നമുക്കതിന് സാധിച്ചില്ല. ഇനി എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പം ഇവിടെ 2 ദിവസം നിന്നിട്ടേ പോവുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ കുറേ വീഡിയോസൊക്കെ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അതിനും കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാനത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈ ബൈ പറഞ്ഞു.